ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളെല്ലാവരും തന്നെ സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പം അറിയാലോ, 2 ദിവസമായിട്ട് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് സൈഡിലാണ്. അലാറമൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ റൂമിൽ തന്നെ വീട്ടിൽ തന്നെ ചെറിയൊരു റൂമുണ്ട് സേഫ്റ്റി ആയിട്ട്. അവിടെയാണ് അലാറം വരുന്നതൊക്കെ സ്റ്റേ ചെയ്യണേ. പിന്നെ പ്രാർത്ഥിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 1.25 വർഷം കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റ്, എൻ്റെ അമ്മാമ്മ മരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ഞാൻ ജോലി ചെയ്ത് കൊടുത്തുനിന്ന് ഒരു 1 അവർ യാത്രയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പിന്നെ ജോലിക്ക് പോയത്. അവിടെ ഞാൻ ജോലി ചെയ്തു. ആ ജോലിയിൽ എനിക്ക് മലയാളികളും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നു ആയിരുന്നു. പക്ഷെ ആ ജോലി എനിക്ക് ഫിസിക്കലി ഒരു പ്രോബ്ലവും ഇല്ല, മെൻ്റലി ഭയങ്കര ടോർച്ചറിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ വന്ന സമയത്ത് നമ്മളെങ്ങനെ പുതിയ ജോലിയിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് വേറൊരു ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ജോലിയിൽ ഒത്തിരി പിടിച്ചു. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അമ്മാമ്മയൊക്കെ ആയിരുന്നു. നമുക്കൊരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു പെർമിഷൻ പോലും ഇല്ലാത്ത ഒരു വീട്. അതുപോലെ തന്നെ ക്ലീനിങ്, എന്നും ക്ലീനിങ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നോട് എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും, ഞാൻ ഇസ്രായേലിലേക്ക് വരാൻ നേരത്ത് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ചേച്ചി എന്ന് പറഞ്ഞ് വന്ന ഞാൻ, ആ ചേച്ചി എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഇപ്പോൾ തുടയ്ക്കുന്ന കോല് താഴെ വയ്ക്കാൻ നേരമില്ലല്ലോ മോളെ എന്ന് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. തമാശയാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 2 വർഷം ഞാൻ അവരുടെ കൂടെ, അതായത് ഒരു വർഷവും ഒരു 7 മാസവും അവിടെ, 6 മാസത്തോളം അവരുടെ കൂടെ വീട്ടിലും. പിന്നെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഹോട്ടലിലോട്ടാണ് ആ സമയത്ത് മാറിയത്. അങ്ങനെ ഹോട്ടലിൽ വെച്ചും ഒരേ റൂമിലുള്ള കിടപ്പ്, അങ്ങനെ അറിയില്ല, ഭയങ്കര എന്നും എനിക്ക് കരയാൻ നേരമുള്ള ഒരു സിറ്റുവേഷനായിരുന്നു ആ അമ്മമ്മയുടെ കൂടെ ഞാൻ ജോലി ചെയ്തപ്പോൾ. ഒത്തിരി താങ്ക്ഫുള്ളാണ് ഞാൻ. എല്ലാത്തിനും നമ്മൾക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ അതൊരു താങ്ക്ഫുള്ളാണല്ലോ. അങ്ങനെ ഞാൻ ആ ജോലി അവസാനം 2024 മെയ്യിൽ ഞാൻ അവർക്ക് ലെറ്റർ കൊടുക്കുകയാണ്, ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ വളരെ പ്രോബ്ലത്തിലേക്ക് പോകും, മെൻ്റലി ഞാൻ വളരെ വീക്കാണ്, എനിക്ക് ഈ ജോലി റിസൈൻ ചെയ്യണം. ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാനുള്ള ലെറ്റർ ഞാൻ അവർക്ക് കൊടുത്തു. ബാക്കി അടുത്ത കഥയായിട്ട് പറയാം കേട്ടോ.